ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രത്തിനെയും മൂങ്ങയെയും പ്രകാശനെയുമാണ് കാണിക്കുന്നത്. വാഴയിലയിട്ട് സദ്യയും മുമ്പിൽ വെച്ച് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇത്ര നേരമായിട്ടും കാർത്തികയെ കാണുന്നില്ലല്ലോടാ മോനെ. ഇപ്പം വരുമമ്മേ, ഒരു 10-15 മിനിറ്റ് ആവുമെന്നാ അവൾ എന്നോട് പറഞ്ഞത്. അത്ര നേരമൊന്നും എനിക്ക് വിശന്നിരിക്കാൻ പറ്റില്ല. ദേ, കാലത്ത് അമ്പലത്തിൽ പോയതുകൊണ്ട് ഭക്ഷണം ഒന്നും കഴിച്ചില്ലടാ മക്കളെ. വിശന്നിട്ട് കുടൽ കരിയുന്നു. അത് കേട്ടതും നമ്മുടെ വിക്രമം, അതെ അച്ഛാ, എനിക്കും നല്ല വിശപ്പുണ്ട്. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. കാർത്തികേച്ചി വരുന്നവരെ സഹിക്കാനും പറ്റില്ല, ക്ഷമിച്ചും പുറത്തു ഇരിക്കാനും പറ്റില്ല. എന്തായാലും നമുക്ക് കഴിക്കാം അച്ഛാ. അതെങ്ങനെ ശരിയാവും? നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്തെങ്ങാനും കാർത്തിക കയറി വന്നാൽ അത് നാണക്കേടല്ലേടാ. നമുക്ക് അതിനു മുമ്പ് തന്നെ കഴിച്ചു തീർക്കാന്നേ. കഴിച്ചു തീർത്ത് ഇലയൊക്കെ അങ്ങ് കുഴിച്ചു മൂടാം. എടാ, ഞാൻ അതല്ല പറയുന്നത്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തിക വന്നാൽ എന്ത് ചെയ്യുമെന്നാ. ആ സമയത്ത് നമുക്ക് ഇല മൂടാനും കൂടെ സമയം കിട്ടിയില്ലെങ്കിലോ? എൻ്റെ അച്ഛാ, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്തായാലും നമുക്ക് പെട്ടെന്ന് കഴിക്കാന്നേ, നമുക്ക് പെട്ടെന്ന് കഴിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുക. അത് കേട്ടതും പ്രകാശൻ, എന്നാ പിന്നെ വിളമ്പ് എന്നും പറയുക. ഇത് കേട്ടതും മൂങ്ങ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും കഴിക്കാനായിട്ടിരിക്കുക. ഇതേ സമയം കാർത്തികയുടെ അമ്മയും കൂടെ ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുക. ദേ, എന്തായാലും അവിടെ കുറേ എണ്ണം കാത്തിരിക്കുന്നുണ്ടാവും. കാത്തിരിക്കട്ടെ. കാത്തിരുന്ന് മുഷിയുമ്പോൾ അവസാനം സഹികെട്ട് എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതിനു മുമ്പ് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അമ്മേ. എങ്ങനെയുണ്ട് മോളെ സദ്യ? മോൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ അമ്മയുടെ കൈപ്പുണ്യം എനിക്ക് നേരത്തെ ഇഷ്ടമല്ലേ? ഭയങ്കര ദുഷ്ടയാണെങ്കിലും ആ തള്ളയുടെ ആ കിളവിയുടെ കൈപ്പുണ്യം നല്ലതാ. അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് എനിക്കൊക്കെ കൈപ്പുണ്യം കിട്ടിയായിരുന്നു. അതുകൊണ്ടാ മോൾക്കും ഭക്ഷണം ഇത്ര രുചിയായിട്ട് കഴിക്കാൻ പറ്റുന്നത്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? കൈപ്പുണ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും സ്വഭാവം ശരിയല്ലല്ലോ മോളെ. അതുകൊണ്ടാ ഈ അമ്മയ്ക്ക് സങ്കടം. മോൾക്കറിയോ, ഓരോ ഓണത്തിനും ഓണസദ്യയുടെ മുന്നിലിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതുപോലെയായിരുന്നു നമ്മുടെ ഓണമൊക്കെ. എന്ത് ചെയ്യാനാ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എന്നെ ആക്കിക്കളഞ്ഞു. മോളുടെ അച്ഛനും അമ്മുമ്മയും കൂടെ ചേർന്ന് രണ്ടുപേരും എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, എൻ്റെ ജീവിതം ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. പക്ഷേ എൻ്റെ മോള് കാരണം ഞാനിന്ന് ഒരുപാട് ഉയരങ്ങളിലെത്തി. കടക്കണി കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ജീവിക്കാൻ. കടം വാങ്ങി ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്തിനാ അമ്മ വിഷമിക്കുന്നേ? ഇപ്പം ആ കടങ്ങളൊക്കെ വീട്ടാറായില്ലേ? ദേ, ഓണം കഴിഞ്ഞാൽ പിന്നെ ഒരു ചടങ്ങ് കൂടെ ഉണ്ടെന്ന് നമുക്കറിയാലോ. അതും എൻ്റെ അമ്മയുടെ പേരിലുള്ളതാ. എന്തായാലും ദേ, നമുക്കിനി ഒരുപാട് ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അമ്മേ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആ പ്രകാശനും അയാളുടെ അമ്മയും അനുഭവിക്കണം മോളെ. അനുഭവിക്കാതെ ഈ മണ്ണിൽ നിന്ന് പോകാൻ പാടില്ല. എന്നെ ഒരുപാട് വേദനിപ്പിച്ചതാ, ഒരുപാട് കരയിപ്പിച്ചതാ. അങ്ങനെയുള്ളപ്പോൾ അവർ ഒരിക്കലും സന്തോഷിക്കരുത് മോളെ. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണല്ലോ അമ്മേ ഞാൻ ചെയ്യുന്നത്. എന്തായാലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അടുത്ത ഓണത്തിന് നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും അമ്മേ. കല്യാണിയും കിരണും കാദംബരിയും ഒക്കെ ഉണ്ടാവും നമ്മളോടൊപ്പം. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഉണ്ണുന്ന ഒരു ഓണസദ്യ, വിശാലമായൊരു ഓണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ലക്ഷ്മി, അങ്ങനെയൊന്നും കരുതണ്ട മോളെ. ഇപ്പോഴും കല്യാണിക്ക് നമ്മളോട് ദേഷ്യ. അതുകൊണ്ട് മോള് എടുത്തോ പിടിച്ചോന്നും അതൊന്നും വിശ്വസിക്കേണ്ട. കല്യാണി നമ്മളെ സ്നേഹിക്കുമെന്നൊന്നും ഒരിക്കലും ഇല്ലമ്മേ. നമ്മൾ വന്നത് എന്തിനാണെന്ന് അറിഞ്ഞാൽ കല്യാണിയും കിരണും ഒക്കെ ഓടി നമ്മുടെ അടുത്തേക്ക് വരും. അവരുടെ സ്വഭാവം എനിക്കറിയാം. പാവങ്ങളാ. നമ്മളൊന്ന് ചിരിച്ചു കാണിച്ചാൽ വിശ്വസിച്ച് നമ്മളോട് കൂടെ നിൽക്കുന്ന കൂട്ടത്തില എൻ്റെ അനിയത്തിമാരൊക്കെ എന്നൊക്കെ പറഞ്ഞ് കാർത്തിക, എന്നാൽ ഞാൻ ചെല്ലട്ടെ അമ്മേ. ശരി മോളെ എന്നും പറഞ്ഞ് കാർത്തിക അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ വിക്രത്തെയും പ്രകാശനെയൊക്കെയാണ് കാണിക്കുന്നത്. വെട്ടി വിഴുങ്ങി തിന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും കാർത്തികയുടെ കാറിൻ്റെ ശബ്ദം. അയ്യോ അമ്മേ, അമ്മമ്മേ, കാർത്തികേച്ചി വന്നെന്ന് തോന്നുന്നേ. അയ്യോ, പെട്ടെന്നെടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇലയും എല്ലാം പെട്ടെന്നെടുത്ത് എല്ലാം കൊണ്ട് കുഴിച്ചു മൂടി കൈ കഴുകിയിട്ട് ഓടി വന്ന് അവിടെ ഇരിക്കുക. 3 എണ്ണം ഒന്നും അറിയാത്ത പോലെ. അപ്പോൾ കാർത്തിക വന്നതും, മോളെ പെട്ടെന്ന് വാ, ഞങ്ങൾ ഈ ഇലയും വിരിച്ചിട്ട് മോളെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. വിശന്നിട്ടാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല. അത് കേട്ടതും, അതിനെന്താ സഹിച്ചിരിക്കുന്നേ? വിശന്ന് അങ്ങോട്ട് കഴിച്ചൂടെ എന്നും കാർത്തിക. അതെങ്ങനെ ശരിയാവും? ആര് വന്നില്ലെങ്കിലും മോള് വരാതെ ഞങ്ങൾ കഴിക്കില്ല. ഞങ്ങൾക്ക് ഈ ഓണം ഉണ്ടായത് തന്നെ മോള് കാരണമാണ്. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾക്കങ്ങനെ ഇത് കാണിച്ച് കഴിക്കാൻ പറ്റുമോ മോളെ? നന്ദികേട് കാണിക്കാൻ പാടില്ലല്ലോ. അതിപ്പം പറഞ്ഞത് ശരിയാ മോളെ. ഇവർക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് ഭക്ഷണം കാർത്തിക മോള് വരാതെ കഴിക്കരുതെന്ന്. അതുകൊണ്ടാ കാർത്തിക മോളെ കാത്തിരിക്കുന്നത്. എന്തായാലും പെട്ടെന്ന് വാ. അപ്പോൾ വിക്രം, അതെ ചേച്ചി, അമ്മമ്മയോടും ഞാൻ പറഞ്ഞു ചേച്ചി വരാതെ ഒരു നുള്ളു ഭക്ഷണം പോലും എടുത്ത് കഴിച്ചു പോരുതെന്ന്.
ആ എന്തായാലും ഞാൻ കൈ കഴുകിയിട്ട് വരാം എന്നും പറഞ്ഞ് കാർത്തിക കൈ കഴുകാനായിട്ട് പോവുക. അമ്മേ പെട്ടെന്ന് വിളമ്പ്. അപ്പോൾ നമ്മുടെ മൂങ്ങ എല്ലാവർക്കും വിളമ്പി കൊടുക്കുക. ഈ സമയം മാവേലി നാടുവാണിടും കാലം മൂങ്ങ പാട്ട് പാടുന്ന കേട്ട് കാർത്തിക ആഹാ അമ്മമ്മ പാട്ടൊക്കെ പാടുമോ? പിന്നെ പണ്ടത്തെ ഓണത്തിനൊക്കെ ഞങ്ങൾ പാട്ട് പാടിയിട്ടേ സദ്യ കഴിക്കാറുള്ളൂ. അത് കേട്ടതും ഓ എനിക്കിതൊരു പുതിയ അനുഭവമാണ് എന്നും കാർത്തിക. ആ എന്നാലേ മോൾ ഇനിയും ഒരുപാട് കാണാൻ കിടക്കുന്നു. ദേ അടുത്ത ഓണം നമുക്കൊരു 1.5 ഓണം ആക്കണം. അതേടോ അടുത്ത ഓണം ഞാനൊരു 1.5 ഓണം ആക്കും. നിങ്ങളെ 3 പേരെയും ഞാൻ ഏതെങ്കിലും ഓണം കയറാൻ മൂലയെ കൊണ്ട് ഇടും. അവിടെ എത്തിക്കും ഞാൻ എന്നും കാർത്തിക ആലോചിക്കുക. ആ മോളെ അടുത്ത ഓണം ഇതിനേക്കാളും ഗംഭീരമാക്കണം. അതേച്ചാ അതിന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ചിരിക്കുക. അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാർത്തിക അമ്മയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് വിശക്കൊന്നുമില്ലല്ലോ. ആ മോളെ ഇനി പായസമുണ്ട്. പരിപ്പും അടപ്രഥമനും പാലടയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയൊരു പായസം. ആ അതുകൊണ്ട് ഞാൻ ചോറ് കുറച്ച് കഴിക്കുന്നുള്ളൂ. എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മേ. അതിനെന്താ മോൾക്ക് എന്തോരം പായസം വേണമെങ്കിലും കുടിക്കാമല്ലോ. അമ്മമ്മ എല്ലാം മനസ്സറിഞ്ഞാ ഉണ്ടാക്കിയിരിക്കുന്നത്. മോൾക്ക് ഇഷ്ടമാവും അതുറപ്പാ. അല്ല അമ്മമ്മേ ചോറ് വയറിറച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ പായസം ഇഷ്ടം പോലെ കുടിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം. അതെ ഓണസദ്യയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ചടങ്ങ് കൂടെ ഉണ്ട്, അത് മറന്നിട്ടില്ലല്ലോ. അത് കേട്ടതും പ്രകാശൻ കാർത്തികയെ നോക്കി ചിരിക്കുക. നമ്മുടെ പുതിയ കമ്പനിയുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉദ്ഘാടനം, അതിലിന്ന് വിക്രമാണ് MD ആയി ഇരിക്കാൻ പോകുന്നത്. അത് അച്ഛൻ മറന്നിട്ടില്ലല്ലോ? ഏയ് ഇല്ല മോളെ, അത് ഞാൻ മറക്കോ? ഇതുപോലൊരു സന്തോഷം എൻ്റെ ജീവിതത്തിലില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രകാശൻ ഭയങ്കര ത്രില്ലോടുകൂടെ തന്നെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ വിക്രമും ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപയെയും രൂപയെയും ഒക്കെയാണ്. അവിടെ എല്ലാവരും ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും യാമിനിയും കൂടി ഇരിക്കും. ഏയ് ഞാൻ പിന്നെ ഇരുന്നോളാം, ചേച്ചി ഇരുന്നോ എന്നും പറഞ്ഞു കാർത്തികൻ ചേച്ചിനോട് പറയാം. അങ്ങനെ രണ്ടുപേരും മാറി മാറി ഇരുന്നോന്ന് പറഞ്ഞ് രണ്ടുപേരും ഇരിക്കേണ്ടൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുക. അതെ ഇപ്പോൾ ഓണസദ്യയും ഒക്കെ കഴിച്ച് സന്തോഷിക്കാം. അത് കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ടെൻഷൻ കയറി വരാൻ പോകുന്നത്. അതെന്താ രൂപേ? അത് മറന്നുപോയോ ചന്ദ്രേട്ട? നമ്മുടെ ഈ സദ്യയൊക്കെ കഴിഞ്ഞ് ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ടേ ദേ പിന്നെ കല്യാണി മോളുടെ പരിപാടിയാണ് TV-യിൽ വരാൻ പോകുന്നത്. മോള് സമ്മാനം മേടിക്കുന്നത് വരെ മനസ്സിൽ ഒരു പിടപ്പായിരിക്കും. നെഞ്ചു കിടന്ന് ഇപ്പോഴേ പിടയ്ക്കാൻ തുടങ്ങി പേടിച്ചിട്ടേ. അതിനെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നമ്മുടെ മോള് തന്നെയായിരിക്കും ഫസ്റ്റ് പ്രൈസ് മേടിക്കാൻ പോകുന്നത്, കണ്ടോ? അത് ഉറപ്പാ എന്നൊക്കെ CS പറയുക. ഇത് കേട്ടത് കിരണിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവരെല്ലാവരും സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ ആഘോഷമായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആ പുതിയ കമ്പനിയിലാണ്. അവിടെ എല്ലാവരും വന്നുകൂടി കാർത്തിക പ്രകാശനെ തുറച്ചു നോക്കിക്കൊണ്ട് ഓരോന്ന് ആലോചിക്കുക. അപ്പോഴേക്കും വിക്രമാണെങ്കിൽ നല്ല നീറ്റായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് വന്ന് നിൽക്കുക, MD ആകാനായിട്ട്. അങ്ങനെ എല്ലാവരും വന്ന് വിളക്കിന് ചുറ്റും നിൽക്കുമ്പോൾ നിലവിളക്ക് കൊളുത്തുന്ന കാര്യം പറയാണ്. അല്ല ദേ ഈ കമ്പനിയുടെ MD വിക്രമാദിത്യനാണ്. അത് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുക. പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അച്ഛനായിരിക്കും. ഇവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇനി കമ്പനി മുന്നോട്ട് പോകാൻ പോകുന്നത്. അത് കേട്ടതും പ്രകാശൻ്റെയും വിക്രത്തിൻ്റെയും സന്തോഷം ഒന്ന് കാണുക തന്നെ വേണം. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം അല്ല ആരാ ആദ്യം വിളക്ക് തെളിയിക്കുന്നേ? അത് കേട്ടതും പ്രകാശൻ അതെന്തൊരു ചോദ്യം മോളെ, ഇത് മോളുടെ കമ്പനിയാ, അപ്പം മോളാണ് വിളക്ക് തെളിയിക്കേണ്ടത്. അത് കേട്ടതും എടോ കാർത്തിക ഫുഡ്സിൻ്റെ വിളക്ക് തെളിയിച്ചത് എൻ്റെ അമ്മയാ, സൂര്യോദയത്തിന് മുൻപ്. അതുപോലെ തന്നെ ഇതിൻ്റെയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞത്. എൻ്റെ അമ്മയല്ലാതെ മറ്റാരും ഒരു ഉദ്ഘാടനത്തിന് വിളക്ക് തെളിയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലടോ. പിന്നെ ഇതൊക്കെ ഒരു ഇതായതുകൊണ്ട് തന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വിക്രം ചേച്ചി എന്താ ആലോചിക്കുന്നേ? അല്ല അച്ഛൻ പറഞ്ഞത് ശരിയായില്ല, അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചത്. അതെന്താ മോളെ, ഞാനെന്താ തെറ്റായിട്ട് പറഞ്ഞേ? എൻ്റെ അച്ഛനാണ് വിളക്ക് തെളിയിക്കേണ്ടത്. എൻ്റെ അച്ഛനെന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ അച്ഛൻ ആദ്യം തെളിയിക്കണം. അത് കേട്ടതും വിക്രം എന്നാൽ അച്ഛൻ തെളിയിക്കച്ച. അതിപ്പോൾ പ്രകാശൻ വിളക്ക് മേടിച്ച് തിരി തെളിയിക്കുക. അത് കണ്ടതും ലക്ഷ്മിക്ക് ദേഷ്യം ഇങ്ങനെ പെരുത്ത് കയറുകയാണ്. ഇപ്പം തന്നെ പ്രകാശൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് 5-6 അടി കാരണത്തിട്ട് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴേ മുന്നിലേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കാർത്തിക ലക്ഷ്മിയെ നോക്കി തന്നെ നിൽക്കുക. അപ്പം കാർത്തിക എങ്ങനെയുണ്ടമ്മേ, കൊള്ളാമല്ലേ, അയാളുടെ സന്തോഷം കണ്ടോ എന്നും ആംഗ്യ ഭാഷയിൽ അവിടെ നിന്നും കാണിക്കുക. അപ്പോൾ ലക്ഷ്മി അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, അടുത്തത് അവൻ്റെ 16 അടിയന്തരം ഞാൻ നടത്തും എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം അടുത്തത് വിക്രം തെളിയിച്ചതിന് ശേഷം നമ്മുടെ ലക്ഷ്മി തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം എല്ലാവരും വിളക്ക് തെളിയിച്ചു.
അതിനുശേഷം എല്ലാവരുടെയും വീഡിയോ ഒക്കെ എടുത്ത് സന്തോഷത്തോടെ നിന്നു. ഓ അച്ഛാ, പത്രക്കാരെയൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതെന്തായാലും വേണം മോളെ, പത്രക്കാരറിയണം. ഇത് പരസ്യമായാലേ എല്ലാവരും അറിയൂ. നമ്മളൊരു കമ്പനി മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എല്ലാവരും അറിയണ്ടേ. ഇന്ന് ഈ നാട്ടിൽ മുന്നിൽ നിന്നിരുന്ന കമ്പനി ആയിരുന്നു സരയു കൺസ്ട്രക്ഷൻ. അതിപ്പോൾ RS കൺസ്ട്രക്ഷൻ്റെ പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ നമ്മളാരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്, ആരെയും വെല്ലുവിളിക്കാനും അല്ല. എന്നാൽ ആർക്കും പിന്നിലും പോകാൻ പാടില്ല, മുന്നിലായിരിക്കണം. അങ്ങനെയുള്ളൊരു ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം. ഇവിടെ വർക്ക് ചെയ്യുന്നവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം, അറിയാലോ. അതുകൊണ്ട് എല്ലാവരും സത്യസന്ധരായിരിക്കണം. അത് പിന്നെ പ്രത്യേകം പറയണം മോളെ. ഞാനും എൻ്റെ മോനും കൂടെ ചേർന്ന് മോളുടെ ഈ കമ്പനി ഉയരങ്ങളിലേക്ക് എത്തിക്കും, അത് ഉറപ്പാ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും കാർത്തിക, എത്തിക്കടോ, ശമ്പളമില്ലാതെ എൻ്റെ ഈ കമ്പനി നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തിക്കണം. എന്നിട്ട് അതിനുശേഷം എൻ്റെ ഈ കമ്പനി എനിക്കെൻ്റെ കല്യാണിക്ക് കൈമാറാനുള്ളതാ എന്നൊക്കെ കാർത്തിക ആലോചിക്കുകയാണ്. ഈ സമയം എടാ മക്കളെ, ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് നീയല്ലേ? അതെ സാറേ. എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് എനിക്ക് അയച്ചു തരണേ, എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കാമല്ലോ, എല്ലാവരും കാണട്ടേന്നേ, നമുക്കും ഇങ്ങനൊരു കമ്പനി ആയിന്ന്, എന്നാലല്ലേ അതിനൊക്കെ ഒരു സന്തോഷം ഉണ്ടാവും. ശരി സാറേ, ഞാൻ അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ നിൽക്കുക, ലഡുവും കഴിച്ചുകൊണ്ട്. ഈ സമയം കാർത്തിക ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. എന്തായമ്മേ, അമ്മ കണ്ടോ അവൻ്റെ മുഖത്തെ സന്തോഷം? കണ്ടു മോളെ, കണ്ടു. അവൻ്റെ മുഖത്തെ ആ സന്തോഷം ഞാൻ കണ്ടു. അവൻ സന്തോഷിക്കുമ്പോൾ എൻ്റെ കൈ ചൊറിഞ്ഞു കയറുക. എൻ്റെ കാലിൻ്റെ പെരുവിരലിൽ നിന്നും തല വരെ പെരുത്ത് കയറുക. അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കരണത്തടിച്ച് അവനെ ഇവിടെ നിന്ന് മാട്ടി ഇറക്കണമെന്നുണ്ട്. പക്ഷേ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി മോള് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നോക്കി രസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും അമ്മ ഇടയ്ക്കൊന്ന് പ്രകാശിൻ്റെ മുൻപിലൊന്ന് വന്ന് പ്രത്യക്ഷപ്പെടണം. അയ്യോ എന്തിന്? അത് വേറൊന്നിനുമല്ല, അമ്മ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ടല്ല. അമ്മ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് അയാളും അയാളുടെ അമ്മയെ അറിയണം. പിന്നെ വിക്രത്തിന് അമ്മയെ അറിയില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല, അയാൾ ആദ്യം അമ്മയെ കല്യാണം കഴിച്ചു. അതിനുശേഷം അമ്മയ്ക്കൊരു പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ എന്നെ ഓടയിലിട്ടിട്ട് അയാൾ മുങ്ങി. പക്ഷേ രണ്ടാമതൊരു കല്യാണം കഴിച്ചപ്പോഴെങ്കിലും അയാളുടെ സ്വഭാവം മാറിയിരുന്നെങ്കിൽ നമുക്ക് വിട്ടുകൊടുത്ത് പോകായിരുന്നു. പക്ഷെ അവിടെയും ഇത് തന്നെയാണ് അയാൾ ചെയ്തത്. അവൻ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്കിടയിൽ പെട്ടുപോയത് പാവം എൻ്റെ അനിയത്തി കല്യാണിയും എല്ലാവരെയും വേദനിപ്പിച്ച ആ പ്രകാശനും അവൻ്റെ മോനും ഇനി ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ലമ്മേ. അവരുടെ ഈ സന്തോഷം മനസ്സിലെ ആളിക്കത്തലായി മാറണം. അതിന് അമ്മ പ്രകാശന് മുൻപിൽ പ്രത്യക്ഷപ്പെടണം. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് പ്രതികാരം ചോദിക്കാനുള്ള അമ്മയുടെ വരവ് കണ്ട് അമ്മയും മോനും പേടിച്ച് വിറയ്ക്കണം. അമ്മയുടെ വരവും അമ്മയുടെ സംസാരവും അവരുടെ നെഞ്ചിൽ തീ കത്തിക്കണം. മനസ്സിലായോ? മനസ്സിലായി മോളെ. അവൻ രണ്ടും പണിയെടുക്കട്ടെ. എന്നിട്ട് പണിയെടുത്ത് നമ്മുടെ കമ്പനി എത്ര ഉയരങ്ങളിലേക്ക് എത്തിച്ചാലും ഒരിക്കലും കാശൊന്നും കൊടുക്കാൻ പാടില്ല. കൂലിയില്ലാതെ പണിയെടുക്കുന്ന 2 ചെറ്റകൾ, ആ 2 ചെറ്റകളും ചേർന്ന് പണിയെടുക്കട്ടെ. അവസാനം നമ്മൾ ഷെയർ കൊടുക്കുമെന്നും സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കട്ടെ. നമ്മൾ ഷെയർ കൊടുക്കുമെന്ന് വിചാരിച്ച് അവസാനം വരെ അന്തസ്സായിട്ട് ജോലി എടുക്കും 2 ഷെയർ കിട്ടാൻ വേണ്ടി. എന്നാൽ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നോ ശമ്പളത്തിൽ നിന്നോ ഒരു ചില്ലിക്കാശ് പോലും അപ്പനും മകനും കൊടുത്തു പോകരുത്. ഞാൻ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മോളായ നിന്നെ ഓടയിലിട്ടിട്ട് പോയവനാ. അവനെ കാണുമ്പോൾ എനിക്ക് അതേ ഓടയിലിട്ട് അവനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും മനസ്സിലെ ദേഷ്യമൊന്നും കെട്ടടങ്ങുന്നില്ല മോളെ. അവനോട് പ്രതികാരം ചെയ്യാൻ എൻ്റെ മനസ്സ് എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഇന്നലെ നടന്നതുപോലെ എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. അച്ഛനും മകനും അമ്മയും കൂടെ ചേർന്ന് എന്നെ വേദനിപ്പിച്ചതും എനിക്ക് പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ എന്നെ ഇട്ടേച്ച് പോയതും ഒക്കെ. ആദ്യം ഒരു ഭാര്യ പ്രകാശനുള്ള കാര്യം ഈ നാട്ടിൽ ആർക്കും അറിയില്ല. എൻ്റെ കാര്യം ഇവിടെയുള്ള ഒരാൾക്ക് പോലും അറിയില്ല. രണ്ടാമതൊരു കല്യാണം കഴിച്ച ആളാണ് പ്രകാശനെന്ന് ഈ നാട്ടിലെ ആർക്കും അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പ്രകാശൻ്റെ മുന്നിലേക്ക് ചെല്ലാം. ഞാൻ പ്രകാശൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ അതവൻ്റെ ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും. അങ്ങനെ ഞാൻ ചെന്ന് കഴിയുമ്പോൾ പ്രകാശന് തൻ്റെ ഉറക്കം നഷ്ടപ്പെടും, സമാധാനം ഇല്ലാതാകും, എല്ലാം ഓരോന്നോരോന്നായി നഷ്ടപ്പെടും. ഇപ്പം അവൻ കയറിയിരിക്കുന്ന MD കസാര വരെ ഞാൻ തട്ടിത്തെറിപ്പിക്കും. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ. അമ്മേ അറിയാലോ, ആ പ്രകാശൻ എല്ലാ ഫോട്ടോസുകളും മേടിച്ചിരിക്കുക. അത് കല്യാണിക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ അയച്ചു കൊടുത്തു കഴിയുമ്പോൾ കല്യാണിക്ക് ഭയങ്കര സങ്കടമാവും. പിന്നെ അതെല്ലാം കണ്ട് സഹിച്ചല്ലേ പറ്റൂ.
സാരില്ല മോളെ, എന്ത് ചെയ്യാനാ, കല്യാണി ഇപ്പോൾ സങ്കടപ്പെട്ടാലും നാളെ അത് വലിയൊരു സന്തോഷത്തിലേക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ട് സാരില്ല, കുറച്ച് സങ്കടപ്പെട്ടോട്ടെ. എന്നാലും അച്ഛൻ്റെയും മകൻ്റെയും തകർച്ച കണ്ട് എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ദിവസത്തിലേക്കാണ് ഇനി പോകുന്നത്. ശരിയമ്മേ, എന്നാൽ ഞാൻ ചെല്ലട്ടെ, അധികം നേരം അവരെ കാത്തിരിപ്പിക്കുന്നില്ല എന്നും പറഞ്ഞ് കാർത്തിക പോയതും ലക്ഷ്മി ആലോചിക്കുകയാണ്. എടാ പ്രകാശ, നിന്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.